9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുറാത്തിന്റെ തനിക്കുണം കണ്ട് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാൻ നിൽക്കുന്ന മർജാനെയാണ് കാണിക്കുന്നത്. അതിന്റെ കൂടെ ആദേശിന്റെ ചൊറിയുന്ന വർത്താനോ. നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെ ഒരു മർഡർ ഒളിപ്പിക്കാൻ പറ്റും? എന്നെ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? നമ്മുടെ ഫാമിലിക്ക് ഒരു നിലയും വിലയുണ്ട്. നീ ഒന്ന് കേക്ക് മോളെ. അവൻ നിന്റെ ചേട്ടനാ, നിന്റെ ഫാമിലി. ഒരു പെൺകുട്ടിയുടെ ജീവനാമേ പോയത്. അമ്മ ഒരു പെണ്ണല്ലേ? അമ്മയുടെ മൂക്കാണ് ഈ ഗതി വന്നതെങ്കിലോ? ഒടുക്കം ഞാൻ കണ്ടെത്തി എൻ്റെ ചേട്ടൻ ഒരു കൊലപാതകയായിരുന്നു എന്ന്. നിനക്കിതെങ്ങനെ ചെയ്യാൻ പറ്റി? ഇനി എന്നെ പറ്റിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഇന്നു മുതൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ഞാൻ ചെയ്യൂ. ഇനി എന്താണ് അടുത്ത പ്ലാൻ? നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ എന്തിനാണ് ഇത്രയും വലിയ ഡിസിഷൻ ആ പെണ്ണിനോട് എടുക്കാൻ പറഞ്ഞത്? ഇപ്പം തന്നെ അവനെ പോലീസിൽ പിടിച്ച് കൊടുക്കാറുന്നില്ലേ? ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ഇനി അവർക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിനക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അവൾ വീണ്ടും അവളുടെ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യില്ല എന്ന്? അങ്ങനെ അവൾ ചെയ്യില്ല. ഇനി എങ്ങനെ അവൾ ചെയ്താൽ ഞാൻ തന്നെ അവനെ പോലീസിൽ പിടിച്ചു കൊടുക്കും. പിന്നെന്തിനാ ഈ വെയിറ്റിംഗ്? അമ്മ, ഇതെല്ലാം ശരിയാവും എൻ്റെ വഴിയിലൂടെ. ആദേശ്, നീ ഇപ്പോൾ നിൻ്റെ വഴിയിലൂടെ കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുമ്പോൾ പലപ്പോഴും നീ നിന്റെ ലക്ഷ്യം മറന്നു പോകുന്നു. ആ പഴയ താഹിരിപ്പ് ഇല്ല. അവൻ്റെ കണ്ണിലുണ്ടായിരുന്ന ആ തീയോടെ. ഇത് കേട്ട് അവൻ്റെ കണ്ണിൽ വീണ്ടും പക നിറഞ്ഞു. ഞാനൊന്നും മറന്നിട്ടില്ല, ഒന്നും. ഫ്ലാഷ് ബാക്കിൽ കുഞ്ഞാദേശ് ഷെയ്നുകളുടെ കബറിടത്ത് ഇരുന്ന് കരയാണ്. തൊട്ടടുത്ത് മുസയാനും ഉണ്ട്. ഞാനിതിന് ഉറപ്പായും പകരം ചോദിക്കും. നീ ഒറ്റയ്ക്കല്ല മോനെ, ഞാനും ഉണ്ട് നിന്റെ കൂടെ. നീ നിന്റെ ചേട്ടനെ ജയിലിൽ അയക്കാൻ പോവാണോ? അവൻ നിന്റെ ചോരയാണ്. അപ്പുറത്തെ വശത്തൊരു പാവ നിരപരാധിയായ പെൺകുട്ടിയുടെ ജീവനാണമ്മേ. അതെങ്ങനെ ഞാൻ കണ്ടില്ലെന്ന് വെക്കും? ശരിയാ, അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. നീ ഇപ്പം അവനെ ജയിലിൽ പിടിച്ചു കൊടുത്താൽ ആ പെൺകുട്ടി ജീവനോടെ വരില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെടും. നിനക്ക് നിന്റെ ചേട്ടനെ, ആ കുട്ടിക്കും ഉണ്ടായിരുന്ന ഒരു ഫാമിലി. മർജാൻ, അവനവിടെ സർവൈവ് ചെയ്യില്ല. അവൻ മരിച്ചു പോവും. എനിക്കറിയാം നീ നിന്റെ ചേട്ടന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല. അടുത്ത സീനിൽ കൺവിൻസിങ് സ്റ്റാർ നർമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മർജാൻ നേരെ ആദേശിന്റെ വായി ചെന്ന് പെട്ടു. നീ എന്തിനാ ഇത്രയും വലിയൊരു ഡിസിഷൻ എന്നോട് എടുക്കാൻ പറഞ്ഞത്? നിനക്ക് തന്നെ പോലീസ് വിളിച്ചാൽ പോരായിരുന്നു? നീയും ആ വീഡിയോ കണ്ടതല്ലേ? കാരണക്കാരൻ നിന്റെ ചേട്ടനും. അപ്പോൾ ഈ ഭാരം ചുമക്കേണ്ടതും നീ തന്നെയാ. എന്തിനാ നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? അതിന് ഞാനല്ല, നിന്റെ ചേട്ടൻ തന്നെയാണ് ഉത്തരവാദി. അവനാണ് ആ പെൺകുട്ടി ഒരു മനസാക്ഷിയില്ലാതെ കൊന്നു കളഞ്ഞത്. എന്നിട്ടതൊരു സൂയിസൈഡാക്കി ഒതുക്കി തീർത്തു. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. ഇതേ സമയം സ്വസ്ഥമായി ചൊല്ലിക്കഴിഞ്ഞ ചീച്ചക്കനെയും മാലിക്കിനെയും ജസ്റ്റ് മിസ്സിനെ ബിന്നാസ് കൈയോടെ പൊക്കിയില്ല. പിന്നെ അവിടുന്ന് എങ്ങനെയോ ഉരുണ്ട് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു. നീ നിന്റെ ചേട്ടനെ പോലീസിൽ കൊടുക്കില്ല അല്ലേ? നീ ഇപ്പോഴാണ് ഇത്രയും മോശം വ്യക്തിയായത്. ചെയ്ത തെറ്റിൽ നിനക്കിതുവരെ ഒരു കുറ്റബോധം പോലും ഇല്ലല്ലോ. ഇത്ര നാൾ നീ ആഘോഷിക്കുകയായിരുന്നില്ലേ? എനിക്ക് നിന്നെ പേടിയായിപ്പോ. ഞാനിത് ഉടനെ അവസാനിപ്പിക്കും. ഇത് കേട്ട് മുറാത്ത് വീണ്ടും അവൻ്റെ ഓസ്കാർ അഭിനയം പുറത്തെടുത്തു. പക്ഷെ ഇത്തവണ മർജാൻ അതിൽ വീഴുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ മർജാൻ അത് ചെയ്യുന്നു? അവളുടെ ഫാമിലി അവളുടെ ഇമോഷൻസ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അതിലവൾ വീണ ഉറപ്പായിട്ട് അവൾ റോങ് ഡിസിഷൻ എടുക്കും. ഈ സമയം മർജാൻ ആ മരിച്ച കുട്ടിയും അവളുടെ അച്ഛനും കൂടെ നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. ഇത് കണ്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ദേ വീണ്ടും ലെവൻ. നീ ഇങ്ങോട്ടാ നോക്ക്, നിന്നോട് വഴക്കിടാനുള്ള മൂഡിലല്ല ഞാനിപ്പോൾ. മാറി നിൽക്ക്. അങ്ങനെ അങ്ങ് ആദേശം വിടില്ലെന്ന് നമുക്കറിയാലോ. പക്ഷെ അവൻ വിട്ടു. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ലാപ്പിൽ കുറച്ചു മുന്നേ അവൾ നോക്കിക്കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് അവൻ കണ്ടത്. ജമാൽ, ഒരു പ്രോബ്ലം ഉണ്ട്. മർജാൻ ആ പെൺകുട്ടിയുടെ അച്ഛനെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തെ എങ്ങനെ എനിക്ക് നേരത്തെ വരാന്നുള്ള കാര്യം അവൾ അറിഞ്ഞാൽ എല്ലാം കുളവാകും. അതെ, വന്നല്ലോ നാശം. എന്താടാ തുറച്ചു നോക്കുന്നേ? നീ കാരണം ഈ കുടുംബം നശിച്ചു. എനിക്ക് മടുത്തു നീ ചെയ്യുന്ന ഈ തോന്നിവാസങ്ങൾ ഒതുക്കി തീർത്ത്. ഹൈദർ, കഴിഞ്ഞത് കഴിഞ്ഞു. ആ മർജാനെ നമ്മൾ ഉടനെ തടഞ്ഞില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ജയിലിൽ പോവും. കുഞ്ഞോ? ചെകുത്താനാ ഇവൻ. എൻ്റെ ഫാമിലിയുടെ പേരും കൂടെ പോകും. അതാ ഇതുവരെ ഞാൻ ഇവനെ ഒന്നും ചെയ്യാതിരുന്നത്. ഇതിലും ഭേദം ഇവൻ ജയിലിൽ പോയി കിടക്കട്ടെ. എല്ലാത്തിനും കാരണം ഇതാ. നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ സ്നേഹിച്ചത് എപ്പോഴും നിങ്ങളുടെ റെപ്യൂട്ടേഷനെ തന്നെയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നിങ്ങളുടെ വായിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കാൻ. ഞാൻ ഓർത്തു ഒരു തവണയെങ്കിലും നിങ്ങൾ എന്നെ അംഗീകരിക്കുമായിരിക്കുമെന്ന്. നിങ്ങളൊരൊറ്റ ഒരാൾ കാരണമാണ് ഞാൻ ഇന്ന് ഈ സ്ഥിതിയിലെത്തിയത്. ഒന്ന് നിർത്ത്. ഇപ്പൊ വഴക്കിടാനുള്ള നേരമല്ല. നീ ചെയ്തു വെച്ച് തോന്നിവാസങ്ങൾക്ക് വെറുതെ എൻ്റെ പേര് വലിച്ചിടാൻ നോക്കണ്ട. മർജാൻ ഈ സമയം ആ കുട്ടിയുടെ അച്ഛൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്. അവൾ കയറി വരുമ്പോൾ അയാൾ അവളെ നന്നായി തന്നെ സ്വീകരിക്കുന്നു. ഇയാളെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇയാൾ തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ആദേശിൻ്റെ കൂടെ ഫോട്ടോയിലുണ്ടായിരുന്നത്. മോക്ക് എന്താ വേണ്ടേ? എനിക്ക് ടോസ്റ്റ് മതി. ടോസ്റ്റ് മാത്രം മതിയോ? ശരി, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാം.
ഈ സമയം മർജാൻ അങ്ങോട്ടാണ് നേരെ വരുന്നതെന്നറിഞ്ഞ് ആദേശ് നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. ദേ ആ കുട്ടി വന്നിട്ടുണ്ട്, ഇവളെക്കുറിച്ചല്ല നീ കുറച്ചു മുന്നേ പറഞ്ഞേ. നല്ല ഐശ്വര്യമുണ്ട് കാണാൻ. അല്ല, നീ എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? അത് ഞാൻ പിന്നെ പറയാം. നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ട് എന്തെങ്കിലും കാരണം കാണും. അവൾ ടോസ്റ്റ് ആയിരിക്കുമല്ലോ ഓർഡർ ചെയ്തേ, നല്ല ക്രിസ്പി ആയത് വേണം. അത് അവൾക്കിഷ്ടം, നീ പേടിക്കണ്ട, അവൾക്കിഷ്ടമുള്ള പോലെ ഞാൻ ഉണ്ടാക്കാം. ഇത്രയും പറഞ്ഞ് അവൻ നേരെ അവളുടെ ഓപ്പോസിറ്റ് എന്നിരുന്നു. എനിക്ക് ഉറപ്പാണ് അവൻ ഈ കുട്ടി ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എനിക്കറിയായിരുന്നു നീ ഇങ്ങോട്ടാ വരുന്നതെന്ന്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്കറിയില്ല, ഈ അച്ഛനെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് തീരുമ്പോഴാണ് അവളുടെ തൊട്ട് പിന്നിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ ഫോട്ടോ അവൻ ശ്രദ്ധിച്ചത്. അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അപ്പ പണി വാളും. അതുകൊണ്ട് അവൻ നൈസായിട്ട് അവിടെ നിന്ന് ആ ഫോട്ടോ എടുത്ത് മാറ്റുന്നു. നിങ്ങളെന്തിനാ എന്നെ വിളിച്ചത്? ആ മുറാത്തിന്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണം. എങ്ങനെ? അവനെ കൊന്നു കളഞ്ഞേക്കാം. ഇത് കേട്ട് താൻ കേട്ടതിന്റെ പ്രശ്നമാണോ എന്നറിയാൻ നെസർ അതൊന്നും കൂടി എടുത്ത് ചോദിച്ചു. ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി അവന്റെ ഡെത്ത് നമുക്ക് ഫേക്ക് ചെയ്യണം. എന്നിട്ട് അവനെ നമുക്ക് വേറെ കൺട്രിയിലേക്ക് പറഞ്ഞേക്കാം. ഫേക്ക് പാസ്പോർട്ടൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഹൈദർ നെസറിന്റെ കയ്യിലേക്ക് ഒരു ഫയൽ എടുത്തു കൊടുത്തു. എന്നാലും അവൻ നിങ്ങളുടെ മകനല്ലേ? ഈ സംഭാഷണം മാറി നിന്ന് ജമാൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദേശോടെ അവൻ മർജാന്റെ അടുത്തേക്ക് പോയി. മർജാന്റെ അടുത്തേക്കോ? ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ അവൻ അവിടെ എന്ത് ചെയ്യുക? അസ്ലി, അവനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് പോയതാ. നിനക്കിഷ്ടമുള്ള നല്ല ക്രിസ്പി ആക്കിയിട്ടുണ്ട്, ഇതാ കഴിക്ക്. എനിക്കിത് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് കേട്ട് ആദേശ് പെട്ടെന്ന് വിഷയം മാറ്റി. അത് തണുത്തു പോകുന്നതിന് മുന്നേ കഴിക്ക്. അപ്പോഴാണ് ചുമരിൽ വെച്ചിരിക്കുന്ന ആ ഫോട്ടോസ് അവൾ ശ്രദ്ധിച്ചത്. എൻ്റെ മകള, അവൾക്കും നിന്നെപ്പോലെ ക്രിസ്പി ആയിട്ടുള്ള ടോസ്റ്റ് ആയിരുന്നു ഇഷ്ടം. ഞാൻ ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അവളുടെ അമ്മ നേരത്തെ മരിച്ചു പോയതാണ്. പിന്നെ അവൾക്ക് ഞാനായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ. പഠിച്ച് വലിയ ഡോക്ടർ ആവാനായിരുന്നു അവൾക്ക് ആഗ്രഹം. പക്ഷേ ഒരു ദിവസം ഒരു കോള് വന്നു. ആ കോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു. അവർ പറഞ്ഞത് എൻ്റെ കുട്ടി സൂയിസൈഡ് ചെയ്തതാണെന്നാണ്. എൻ്റെ കുട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എനിക്കറിയാം, അവരവളെ കൊന്നതാണ്. ഒരു ദിവസം ഞാൻ അവനെ കണ്ടുപിടിക്കും. അന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവനെ കൊല്ലും. ഇത് പറഞ്ഞ അയാൾ ഒരുപാട് വിഷമിക്കുകയാണ്. ഈ അച്ഛൻ്റെ സങ്കടം കേൾക്കുമ്പോൾ അവൾക്കും ഒരുപാട് വിഷമം തോന്നുന്നു. അയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ അവളുടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. നോക്ക്, നീ കരയണ്ട. എനിക്കിങ്ങനെ എപ്പോഴും കരയുന്നവരെ തീരെ ഇഷ്ടമല്ല. ഇവിടുന്ന് പോ നീ. പോവാതെ നിൽക്കുന്ന അവനെ കണ്ട് നിയന്ത്രണം വിട്ടവൾ പറഞ്ഞു. ഞാൻ നിന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ എന്ന് പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. എങ്ങനെ ഞാൻ അച്ഛൻ്റെ കണ്ണീര് കണ്ടില്ലാന്ന് വെക്കും? ആ കുട്ടിയുടെ ചിരി എൻ്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. ഈ സമയം അസ്ലി ഒളിച്ചും പാത്ത് സ്റ്റഡി റൂമിൽ കയറി ആ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. കൂടെ മുസയാനോ ഉണ്ട്. ഇതെങ്ങോട്ടാ? നമ്മൾ വീട്ടിലേക്കല്ലേ പോന്നേ? അല്ല, നമുക്ക് വേറെ ഒരിടത്ത് പോകാനുണ്ട്. അപ്പോഴാണ് ആദേശിനൊരു കോള് വന്നത്. ആദേശ്, ഹൈദർ നെസറുമായി ചേർന്ന് മുറാത്തിന്റെ ഡെത്ത് ഫേക്ക് ചെയ്ത് നാടുകടത്താനാണ് പരിപാടി. അതിനുള്ള ഫേക്ക് പാസ്പോർട്ടൊക്കെ അയാൾ ഓൾറെഡി റെഡിയാക്കി. ഓ, അതാണോ പുതിയ പ്ലാൻ? ശരി, നീ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ വിളിക്കേ. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് പോവാം. ഈ സമയം ചീച്ചക്കും മാലിക്കും പണിയൊക്കെ കഴിഞ്ഞ് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് എപ്പോഴത്തെയും പോലെ സ്വർഗത്തിലെ കട്ടുറുമ്പായി സെഹ്റയുടെ വരവ്. സെഹ്റ വരുന്നത് കണ്ട് ചീച്ചക്ക് ഉടനെ കാറിൻ്റെ അകത്ത് കയറി ഒളിച്ചു. സെഹ്റ വലിയ കാര്യമായി മാലിക്കിനോട് സംസാരിക്കുമ്പോൾ അവൻ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. നമ്മളെന്തിനാ ഇവിടെ വന്നത്? ഒരു ബ്രേക്ക് ഇപ്പം നമുക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് നിനക്ക്. എന്നിട്ട് അവൻ കുറച്ച് സ്നാക്സ് മേടിക്കുന്നു. എനിക്ക് വിശക്കുന്നില്ല, ഇത് നമുക്ക് കഴിക്കാനല്ല, സീഗൾസിന് കൊടുക്കാനാണ്. നിനക്കറിയാമോ, ഞാൻ ചെറുപ്പം മുതലേ എനിക്കെന്തെങ്കിലും വിഷമം തോന്നുമ്പോൾ ഇങ്ങനെ ബേർഡ്സിന് തീറ്റ കൊടുക്കുമായിരുന്നു. എനിക്കറിയാം അത് കുറച്ച് വിയേഡാണെന്ന്, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടാറുണ്ട്. ഇത് കേട്ടവൻ പെട്ടെന്ന് അവരെ ചെറുപ്പകാലം ആലോചിച്ചു. ദേ മറിച്ചാൻ, ഞാനൊരു കിളിയെ പിടിച്ചു. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കിതിന് തീറ്റ കൊടുത്താലോ? ഓക്കെ. എന്താ ഇതിന് നമ്മൾ പേരിടുക? പാമുക്കുന്ന പേരെങ്ങനെയുണ്ട്? അത് കൊള്ളാം. കുറച്ചു നേരം അങ്ങനെ കാമായി നിന്ന് കഴിഞ്ഞ് മറിച്ചാൻ ആദേശിനോട് ചോദിക്കുകയാണ്. നിന്നെ എന്തോ അലട്ടുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ നിന്റെ കണ്ണിൽ ഒളിച്ചിരിക്കുന്ന സ്നേഹം കണ്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ ഞാനത് കണ്ടിട്ടുണ്ടോ, അടുത്ത നിമിഷം നീ വീണ്ടും പഴയ പോലെ ദുഷ്ടനാവും. നിന്റെ ഉള്ളിൽ ആ നല്ല മനുഷ്യനെ നീ എന്തിനാ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നേ? എന്താണെങ്കിലും ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷെ എൻ്റെ ഈ തീരുമാനം എൻ്റെ ഫാമിലിനെ ഉറപ്പായിട്ടും വേദനിപ്പിക്കും. ചിലപ്പോൾ ഒന്ന് തിരഞ്ഞെടുക്കാനായി
മറ്റൊന്ന് നഷ്ടപ്പെടുത്തിയേ മതിയാവും. ശരിക്കുള്ള ധൈര്യം നീ കാണിക്കേണ്ടത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം വരുമ്പോഴാണ്. ഈ സമയം മുസയാനോ ആ അച്ഛൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അയാളുടെ അടുത്ത് ചെന്ന് മുറാത്തിൻ്റെ ഈ വീഡിയോ കാണിക്കുന്നു. ഇത് കണ്ട് അദ്ദേഹം പൊട്ടിക്കരയാണ്. സമാധാനമായിട്ട് പുറത്തുനിന്ന് നടക്കാൻ ഇറങ്ങിയ മുറാത്തിന് അപ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഫോണെടുത്ത് നോക്കി അവൻ ഇത് കണ്ട് അവൻ്റെ എല്ലാ പ്രതീക്ഷകളും കെടുകയാണ്. നമുക്ക് തിരിച്ചു പോയാലോ? ഇന്ന് തന്നെ ഇത് അവസാനിപ്പിക്കണം. ഇത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ അവരുടെ ഫോണിലേക്ക് ഒരേ സമയം നോട്ടിഫിക്കേഷൻസ് വരുന്നു. ഫോൺ എടുത്ത് നോക്കുമ്പോൾ മുറാത്തിൻ്റെ വീഡിയോ ലീക്കായതറിഞ്ഞ് ഇവർ രണ്ടുപേരും കൺഫ്യൂസായി നിൽക്കുന്നത് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ കൂടെയുള്ളത് ആർജി അന്നക്കുട്ടി.